Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chacko Gold and Diamonds അങ്കമാലി. കാലടി പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മികവ് 2K24 ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ നന്മയ്ക്ക് വേണ്ടി കൈകോർക്കുന്നവരെ വേദിയിൽ കാലടി പ്രസ് ക്ലബ് ആദരിച്ചു. 24 ന്യൂസ് ചാനൽ ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായി നമ്മുടെ ഭരണഘടനാ കർത്താക്കളും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ദ റൈറ്റ് ടു ഡിസെന്റ് ആണ്. അഭിപ്രായ വ്യത്യാസം പറയാനുള്ള സ്വാതന്ത്ര്യം, അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ കൂടുതൽ ശക്തി പ്രാപിക്കുന്നത്. ആ അഭിപ്രായ വ്യത്യാസം പറയാനുള്ള ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ കാതലിന് അതിൻ്റേതായ അർത്ഥത്തിൽ പ്രയോജനപ്പെടുത്തുന്നത്, ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്ന മാധ്യമ സുഹൃത്തുക്കളാണ്. മാധ്യമങ്ങളിലൂടെ കാലാകാലങ്ങളിൽ വന്നിട്ടുള്ള അഭിപ്രായങ്ങൾ, മാധ്യമ പ്രവർത്തകർ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന അവരുടെ ഉത്തരവാദിത്തം, ആ ജനാധിപത്യ മൂല്യങ്ങളെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. മാധ്യമങ്ങൾ സ്വാഭാവികമായും വിമർശിക്കും, പക്ഷേ ആ വിമർശനം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മനസ്സ് നമ്മുടെ പൊതുസമൂഹത്തിന്റെ മനസ്സിൽ വളർത്തിയെടുക്കുന്നതിലും മാധ്യമങ്ങൾ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. കാലടി പ്രസ് ക്ലബ് ഒരുക്കിയ മികവ് 2K24 മഹാസമ്മേളനം ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് PI നാദിർ ഷാ അധ്യക്ഷത വഹിച്ചു. 55 വർഷങ്ങൾ പിന്നിടുമ്പോഴും നമുക്ക് രജിസ്ട്രേഷൻ ലഭിച്ചത് ഈ വളരെ അടുത്ത നാളുകളിലാണ്. അതിനുശേഷം നമ്മൾ വളരെ ചിട്ടയായ പ്രവർത്തനവുമായി മുന്നോട്ട് പോയതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇന്നിങ്ങനെ ഒരു മഹാസമ്മേളനത്തിൽ ഒത്തുകൂടാനുള്ള അവസരമുണ്ടായത്. ഇന്ന് ഗാന്ധി ജയന്തി ദിനത്തിലാണ് നാം എല്ലാം ഒത്തുചേർന്നിട്ടുള്ളത് എന്നുള്ള ഒരു പ്രത്യേകത കൂടി നമുക്ക് കാണാനാകും. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന രണ്ടാമത് മികവ് മെഗാ പ്രോഗ്രാമിൽ ജീവകാരുണ്യ, ജനക്ഷേമ, രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയ സ്ഥാപനങ്ങൾ, സംഘടനകൾ, വ്യക്തികൾ, ഉദ്യോഗസ്ഥർ, ആതുര സേവന രംഗത്ത് മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഡോക്ടർമാർ തുടങ്ങിയവരെ ഉപഹാരം നൽകി ആദരിച്ചു. പുരസ്കാര വിതരണം 24 ചാനൽ ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ നിർവഹിച്ചു. ഈ അടുത്തിടെ ഞാൻ ഡൽഹിയിൽ ചെന്നപ്പോൾ ഒരാൾ എന്നോട് ഒരു കാര്യമില്ല, ഒരു 50 ലക്ഷം രൂപ കൈക്കൂലി തരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നമുക്കൊന്നും അത് ശീലമില്ല കൈക്കൂലി കൊടുത്തെന്ന് പറഞ്ഞപ്പോൾ അയാൾ ഒറ്റ ചിരിയിരിച്ചു. ഇയാൾ ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്ന് ചോദിച്ചു നടന്നുപോയി. കാരണം നമ്മുടെ സാമൂഹിക സാഹചര്യം, നമുക്കിപ്പോൾ 50 ലക്ഷം രൂപ അയാൾക്ക് കൊടുത്താൽ നമുക്കൊരു 4 കോടി രൂപയുടെ ലാഭം ഉണ്ടാവും. പക്ഷെ നമ്മൾ സാമാന്യ ബുദ്ധിയിൽ ആലോചിക്കും 50 ലക്ഷം രൂപ കൊടുത്ത് 4 കോടി ലാഭമാക്കിയാലോ എന്ന്. പക്ഷെ ആ വഴിയിൽ ഒരിക്കൽ നമ്മൾ നടന്നുപോയാൽ ആ പിഴച്ച വഴിയിൽ നിന്ന് ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നത് മറ്റൊരു കാര്യമാണ്. ചടങ്ങിൽ MLA അൻവർ സാദത്ത് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ദിലീപിന്റെ പ്രശ്നവുമായി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഞാൻ അനുഭവിച്ചതാണ്. ദിലീപ് എൻ്റെ സുഹൃത്താണ്, യാതൊരു സംശയവുമില്ല. ദിലീപ് ഒരു കേസുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ എന്നെ അത്രമാത്രം ഹെർട്ട് ചെയ്ത സംഭവം എൻ്റെ കുടുംബം. ഇപ്പം അദ്ദേഹം പറഞ്ഞല്ലോ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ ഏത് മേഖല പ്രവർത്തിക്കുന്നവനും ചില ആളുകളൊക്കെ ചിലപ്പോൾ നൂലിമക്കെട്ട് ഇറക്കിയിരിക്കും, ചിലപ്പോൾ ഒരു സുപ്രാതി വന്നിരിക്കും. ഞങ്ങളൊക്കെ എടുക്കുന്ന എഫക്റ്റ് ഒരു അദ്ദേഹം സിൻസിയറായിട്ട് അദ്ദേഹം പറഞ്ഞ അഭിപ്രായം. പ്രസ് ക്ലബിന്റെ സ്ഥാപകരിൽ ഒരാളും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായിരുന്ന ദീപിക തോമസിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരം R. ശ്രീകണ്ഠൻ നായർക്ക് സമ്മാനിച്ചു. ഒരുപാട് മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ, അന്നത്തെ അമറയ്ക്ക ഉൾപ്പെടെ അന്നത്തെ മാധ്യമ പ്രവർത്തകരെല്ലാം ഞങ്ങളെപ്പോലുള്ള രാഷ്ട്രീയ പ്രവർത്തകരെ ഞങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾ പൊതുസമൂഹത്തിൽ എത്തിക്കാനും അതുവഴി ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലെ രാഷ്ട്രീയ പ്രവർത്തന മുന്നേറ്റത്തിൽ ഒരുപാട് സഹായകരമായിട്ടുള്ള നിലപാടുമായി മുന്നോട്ട് വന്നവരാണ്. അതുകൊണ്ട് തന്നെ കാലടിയിലെ മാധ്യമ പ്രവർത്തകർക്ക് എല്ലാവിധത്തിലുള്ള പിന്തുണയും അറിയിക്കുകയാണ്. തുടർന്ന് അപ്പോളോ ഹോസ്പിറ്റൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഡോക്ടർ ഷുഹൈബ് ഖാദർ പ്രസ് ക്ലബ് അംഗങ്ങൾക്കുള്ള
പ്രിവിലേജ് കാർഡ് വിതരണം നടത്തി. നമ്മുടെ നാടിനു വേണ്ടി പല സമൂഹത്തിൽപ്പെട്ട പലരും പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പത്രമാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന നമുക്ക് ചെയ്യാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ആളുകളെ ആദരിക്കുക എന്നുള്ളതാണ്. ഈ ചടങ്ങ് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിയ ബഹുമാനപ്പെട്ട ബെന്നി ബെഹനാൻ അവറുകൾ, അതോടൊപ്പം തന്നെ ഈ ചടങ്ങിന് മുഖ്യാതിഥിയായി ഇവിടെ എത്തി ഞങ്ങളോടൊപ്പമായിരിക്കുന്ന 24 ന്യൂസ് എഡിറ്റർ ശ്രീകണ്ഠൻ സാർ, ശ്രീ മനോജ് മൂത്ത, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, പ്രസ് ക്ലബ് ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു.